തിരുപതിയുടെ ഡോക്ടർ സെന്റ് ജോസച്ച, മറ്റ് വൈദികർ, സമർപ്പിതർ, ബഹുമാന്യനായ MP, പ്രിയപ്പെട്ട MLA, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന പ്രമുഖരായ വ്യക്തികളെ, മണപ്പാട്ട് കുടുംബാംഗങ്ങളെ, ഇടവക്കാരെ, നമ്മളുടെ വേദനാജനകമായ ഒരു വേർപാടിൽ ഒന്നിച്ച് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. മണപ്പാട്ട് തറവാട്ടിലെ റജീനയും മകൻ ജോസഫിനും നമ്മിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് യാത്ര പറയുന്ന മണിക്കൂറുകളാണ്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പലതവണ ആവർത്തിച്ച ഒരു ചെറിയ വാക്യമാണ്: പരിശുദ്ധ അമ്മയും മകൻ ഉണ്ണിയും ഒന്നിച്ചിരിക്കുമ്പോൾ സമസ്ത രഹസ്യങ്ങളും അവിടെ ഉണ്ട് എന്ന്. മർത്തമറിയത്തെക്കുറിച്ചും ഈശോ മിശിഹായെക്കുറിച്ചുമുള്ള സൂചനകളാണല്ലോ. അമ്മയും മകനും ചേർന്നിരിക്കുമ്പോൾ സമസ്ത രഹസ്യങ്ങളും ദൈവികമായ വെളിപാടിനെ കുറിച്ചാണ് അവിടെയുണ്ട്. ഇവിടെ മറ്റൊരു തലത്തിലാണെങ്കിലും അമ്മയും മകനും റജീനയും ജോസഫിനും ഒന്നിച്ച് ഇരിക്കുമ്പോൾ അത് മണപ്പാട്ട് തറവാടിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തിൻ്റെയും എല്ലാം ഒരു വിശദാംശമാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ ദൈവികമായ ആഭിമുഖ്യങ്ങളെക്കുറിച്ചുമുള്ള വലിയ ചിന്തകളാണ് നമ്മളോട് ഇവർ രണ്ടുപേരും പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വാസ്തവത്തിൽ ഉയിർപ്പിൻ്റെ ശുശ്രൂഷയിലാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എന്നാണല്ലോ ഒരു മരണവീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുന്നത്. ഉയർപ്പിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന നിത്യാനന്ദത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത്. നമ്മളുടെ ഈ ദേശത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മളതിനെ വളരെ വേദനാജനകമായ കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കവാലിയിൽ നമുക്ക് ഒരു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇത്തവണ നമുക്ക് അനേകം സ്ഥലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ മംഗളഗിരി, തേപ്പള്ളി, വാഗമണ്ണ്, കോലാഹലമേട്, പെരുങ്കുളം, അടുക്കും, നമ്മുടെ യാലത്തോട്ടും എല്ലാം അധികം ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങിയ സ്ഥലമാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഉള്ള അവസരമായിട്ട് നമ്മളിതിനെ എടുക്കണം. മാനുഷികമായ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാണ്ട് ദൈവവചനങ്ങളാൽ പരസ്പരം ആശ്വസിപ്പിക്കണം എന്നുള്ള പ്രബോധനം നമ്മൾ വിട്ടുകളയരുത്. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞല്ലോ. ആ ചിന്തകളാൽ നമ്മൾ നിറയപ്പെടേണ്ട മണിക്കൂറാണ്. ഈ തറവാട്ടിലെ അംഗങ്ങൾ ഇടവകയോടും വിശാല സമൂഹത്തോടും കോളേജിനോടും സ്കൂളിനോടും രൂപതാ കേന്ദ്രത്തോടുമെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. റജീന നമ്മുടെ പോളി സ്പിരിറ്റ് സ്കൂളിലെ ശുശ്രൂഷയായിരുന്നു. അവരുടെ ശുശ്രൂഷ
വളരെ സത്യസന്ധമായ രീതിയിൽ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ചെയ്ത ഒരു വ്യക്തിയായിരുന്നുവെന്ന് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരും ഈ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. കൊച്ചു കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഒരു ശുശ്രൂഷകൻ, പട്ടായെപ്പോലെ എപ്പോഴും എല്ലാവർക്കും എന്തും ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു സേവനത്തിൻ്റെ വ്യക്തിയായിട്ട് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നു. പരാതികളൊന്നുമില്ലാതെ എല്ലാ ജോലികളും സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളോടൊക്കെ ബന്ധപ്പെടുമ്പോൾ ധാരാളം അപ്രതീക്ഷിതമായ ശുശ്രൂഷകൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെല്ലാം സമചിത്തതയോടുകൂടി ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ജോസഫിൻ നമ്മുടെ ചുണ്ടച്ചേരി കോളേജിലെ ഹോസ്റ്റലിൻ്റെ സ്റ്റാഫ് അംഗമായിരുന്നു. ജോസഫിൻ്റെ സന്തോഷപ്രദമായ ഇടപെടലുകളും ആത്മാർത്ഥതയോടുകൂടിയ സമീപനങ്ങളുമെല്ലാം ആ വലിയ സ്ഥാപനത്തിൽ എല്ലാവരും സംസാര വിഷയമാക്കിയ കാര്യവും നമുക്കറിയാം. ഈ കുടുംബം നമ്മുടെ രൂപതാ കേന്ദ്രത്തിൽ സോഷ്യൽ സർവീസിനോട് ബന്ധപ്പെട്ട സേവേ ഫാമിലി വെൽഫെയർ ടീമിൻ്റെ സൊസൈറ്റിയുടെ അംഗമായിരിക്കുകയും 6-7 വർഷങ്ങൾ നിരന്തരമായിട്ട് ആ പ്രോഗ്രാമിൽ അംഗത്വമെടുത്ത് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്ത കുടുംബം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് പലതരത്തിൽ ഈ കുടുംബം നമുക്ക് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഇവിടെ നമ്മൾ ഈ വേദനയിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ദൈവം നമുക്ക് നൽകുന്നില്ല. ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ രഹസ്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ബലഹീനമായ ആ പ്രകൃതവും ഒപ്പം ഈ പ്രപഞ്ചവും എത്രമാത്രം ബലഹീനമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്രയോ തവണ ഈ കിഴക്കൻ പ്രദേശത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ബലഹീനമാകുന്ന ഭൂമി, ആ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഗൗരവതരമായിട്ട് എടുക്കണമെന്നുകൂടെ ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആഴമായ ആ സ്നേഹത്തിൽ വളർന്ന ഒരു തറവാടായിരുന്നു ഇത്. ദൈവത്തെ നഷ്ടപ്പെടാതെ സഹനം പൂർത്തീകരിച്ച ഒരു അമ്മ, സഹിച്ചുകൊണ്ട് ഈശോയുടെ മുഖം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച അൽഫോൻസാമ്മയുടെ പേരിലുള്ള ഈ ഇടവകയിൽ ഈ സഹനത്തിൻ്റെ അർത്ഥവും മറ്റൊരിടത്തും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. നമ്മൾ വളരെ പ്രയാസമേറിയ ഹെവി ഹാർട്ട്സ് ആൻഡ് ഫേസ് ഓടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. പക്ഷേ ദൈവം നമ്മോട് പറയുന്നത് സഫറിങ്ങിൻ്റെ, വേർപാടിൻ്റെ, മരണത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ വിസ്ഡം എന്താണെന്ന് ഒന്നുകൂടെ പഠിക്കാനാണ്. നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് ഈശോ തന്നെയാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. ഈ വാർത്ത അറിഞ്ഞ് ധാരാളം പിതാക്കന്മാർ എന്നെ വിളിച്ചു. നമ്മുടെ വലിയ പിതാവ് പ്രാർത്ഥന പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആലഞ്ചേരി പിതാവ് 3 തവണ ഇന്നലെയും ഇന്നുമായിട്ട് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വിശദാംശങ്ങൾ ആരായുകയും എല്ലാം ചെയ്തു. അതുപോലെ ആലപ്പുഴ പിതാവ്, നമ്മുടെ സഭയുടെ വലിയ പിതാവ്, അവരെല്ലാം 2 ജീവൻ, അത് അമ്മയും മകനും ഒരുമിച്ച് എടുക്കപ്പെട്ടപ്പോൾ
അത് സഭയുടെ ഏറ്റവും തലപ്പത്തുള്ള ആളുകളെല്ലാം അത് ശ്രദ്ധിക്കുകയും അവരുടെ പ്രാർത്ഥനകൾ അവർ വലിയ തിരക്കുള്ള ശുശ്രൂഷകളിൽ ആയിരുന്നപ്പോഴുമൊക്കെ ഈ വീടിന് വേണ്ടി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ സാന്നിധ്യം പ്രാർത്ഥനകളൊക്കെ നമുക്ക് നൽകിയതും നമ്മെ വളരെയേറെ ബലപ്പെടുത്തിയിട്ടുണ്ട്. തിരുവചനങ്ങളാലുള്ള ആശ്വാസവാക്കുകളായിരുന്നതെല്ലാം. ബൈബിൾ ഈസ് നോട്ട് ഹ്യൂമൻ കൈൻഡ്സ് ബുക്ക് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ഗോഡ്സ് ബുക്ക് ഓഫ് ഹ്യൂമൻ കൈൻഡ്. ദൈവത്തിൻ്റെ പുസ്തകമാണ് വേദപുസ്തകം. അത് മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്. മനുഷ്യരെഴുതിയ ഒരു പുസ്തകം ആയിട്ടല്ല നമ്മൾ വേദപുസ്തകത്തെ കാണുന്നത്. ഞാനൊരു കാര്യം ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നൂടെ ഒന്ന് പറയുകയാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായങ്ങളുള്ള പുസ്തകമാണ് ജോബ്. 42 അധ്യായങ്ങൾ. ദൈവം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള പുസ്തകവും ജോബിൻ്റെ പുസ്തകത്തിലാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു പുസ്തകം. ജോബ് വളരെ സത്യസന്ധതയോടെ ജീവിച്ച് സാമ്പത്തിക ഭദ്രതയിൽ നല്ല ആരോഗ്യത്തിൽ കഴിയുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് എല്ലാ രോഗങ്ങളും വ്യാധികളും പീഡകളുമെല്ലാം വരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞു, ദൈവത്തെ വിട്ടുകളയുക. ഈ സഹനമെല്ലാം എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് നൽകുന്നത്? ജോബ് അതിൽ നിർണായകമായ ഒരു നിലപാടെടുത്തയാളാണ്. എൻ്റെ ശരീരം അഴുകി ഇല്ലാതായാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ജോബിൻ്റെ പുസ്തകം ഒരു വലിയ നിലവിളിയാണ്. സ്വർഗത്തിൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു നിലവിളിയാണ്. ആത്യന്തികമായിട്ട് ആ പുസ്തകം നമ്മളെ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ അടിത്തറ ഇളക്കി മറിക്കുന്ന പുസ്തകമാണ്. അവിടെ ആ സഹനത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സുഹൃത്ത് വന്ന്, എലിഹു എന്ന് പറയുന്നുണ്ടല്ലോ, പാപം ഇല്ലാത്തപ്പോഴും സഹനങ്ങൾ ഉണ്ടാകാം. അത് ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. ജോബിൻ്റെ പുസ്തകം വാസ്തവത്തിൽ ഇറ്റ് ഈസ് ഗോഡ്സ് ട്യൂട്ടോറിയൽ ഇൻ മോറൽ വിസ്ഡം. ദൈവം നൽകുന്ന ഒരു ക്ലാസ്സാണ്. ധർമ്മത്തിലും ദൈവവചനത്തിലും കൂട്ടായ്മയിലും നമ്മൾ എപ്പോഴും ആയിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന ട്യൂട്ടോറിയലാണ്. ആ ക്ലാസ്സിൽ നമുക്കിരിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ നമ്മെ തന്നെ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആ ക്ലാസ്സിലിരിക്കാതെ നമുക്ക് ജീവിക്കാനൊക്കെയല്ല. ആ ക്ലാസ് നമുക്ക് നൽകുന്ന ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, സഹനത്തിന് മാത്രമേ നമ്മെ മോക്ഷത്തിലെത്തിക്കാൻ പറ്റുകയുള്ളൂ. ഈ വേദന ഈ കുടുംബത്തിൻ്റെയോ ഈ ഇടവകയുടെയോ നമ്മുടെ രൂപതയുടെയോ മാത്രമല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ സഭാതലവന്മാരെല്ലാം വിളിച്ച് പ്രാർത്ഥനകൾ നൽകുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വിലപ്പെട്ട 2 ജീവനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ഒന്നുകൂടെ തിരിയാനുള്ള എ കോൾ ടു റിട്ടേൺ ടു അവർ ഓൺ ഹാർട്ട്സ്. ദൈവം ഈ സഹനങ്ങളുടെ കാരണം പറയുന്നില്ല. ജോബിനോടും പറഞ്ഞില്ല ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ ദുഃഖ ദുരന്തങ്ങളെല്ലാം വന്നത് എന്ന്. ജോബിൻ്റെ പുസ്തകം ഒരു പ്രത്യേക ഉത്തരവും നൽകുന്നില്ല. നമ്മളെ ഉത്തരം പ്രതീക്ഷിക്കരുത്.
പക്ഷേ ജോബ് നമ്മുടെ ശ്രദ്ധ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ആ പുസ്തകം വായിക്കുന്തോറും എന്ത് സഹനം വന്നാലും നമ്മൾ ദൈവത്തെ കൈവിടരുത്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. Faith is the ability to live with suffering and uncertainty. നമുക്ക് ഉറപ്പില്ലാത്തപ്പോഴും നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്തപ്പോഴും വേദനകളിൽ ദൈവത്തെ കണ്ടെത്താനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയത. ജീവിക്കാനുള്ള ശക്തിയാണ് ഉത്തരം തരാത്ത ആ പുസ്തകം നമുക്ക് നൽകുന്നത്. ദൈവത്തെ കൈവിടാതിരിക്കാനുള്ള ധൈര്യമാണ്. ജോബ് ഈസ് ഗോഡ്സ് അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയാറുണ്ട്. ഈ മരണം, ഈ വേർപാട് നമുക്ക് അതുപോലുള്ളൊരു കാര്യമാണ്. ദൈവിക രഹസ്യത്തിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നിരന്തരം എല്ലാവരും ഈ പ്രകൃതി ഉൾപ്പെടെ തിരിയണം. ജോബിൻ്റെ വിലാപം അതാണ്, ആ പൊട്ടിക്കരച്ചിൽ അതാണ്. അവിടെ ദൈവം വന്ന് 1, 2 എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം നൽകുകയില്ല. ദൈവത്തിൽ ഈ 2 മക്കളിൽ ജയിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തോട് അവർ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അബ്രാഹത്തിൻ്റെ തറവാട്ടിലേക്കാണ് അവർ പോകുന്നത്. ഇസഹാക്കിൻ്റെ തറവാട്ടിലേക്കാണ് അവർ പോകുന്നത്. നീതിമാന്മാരുടെ തറവാട്ടിലേക്കാണ് അവർ പോകുന്നത്. പുനരുത്ഥാനം എന്ന അൺഷേക്കബിൾ ആറമേലാണ് അവരെ നമ്മൾ ഇവിടെ ഈ ദേവാലയത്തിൽ ഇതുപോലെ കിടത്തിയിരിക്കുന്നത്. അവർ പറുദീസായിലേക്കാണ് പോകുന്നത്. നമ്മളവരെ പറുദീസായിലേക്ക് കൊടുത്തുവിടുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ രഹസ്യത്തോട് ഈ മക്കളെ ഈ പ്രാദേശിക സഭ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ അവർ സ്വർഗത്തിലിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശ്രീഹന്മാർ പറഞ്ഞല്ലോ, 4 മാസം കഴിയുമ്പം വിളവെടുപ്പാകും. കർത്താവ് പറഞ്ഞു 4 മാസമൊന്നും നോക്കണ്ട, കണ്ണുയർത്തി നോക്കിയാൽ മതി. പാടങ്ങൾ വിളഞ്ഞു കിടക്കുകയാണ്, വചനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളും വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഈ അമ്മയും മകനും സ്വർഗത്തിൽ എത്തി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് സത്യസഭയുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് നമ്മൾ നിരന്തരം ആഴപ്പെടേണ്ടത്. കാർഡിനൽ ന്യൂമാൻ്റെ ടൂമ്പിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഇതാണ്: ഫ്രം ഷാഡോസ് ടു റിയാലിറ്റി. നിഴലുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്. ഈ ലോകം നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നവയാണ്, നിഴലുകളാണ്. യാഥാർത്ഥ്യം സ്വർഗമാണ്. കർത്താവിൻ്റെ പക്കലുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ളത്. ജോൺ എഫ് കെന്നഡിയുടെ ഖബറിലും അതാണല്ലോ എഴുതിയത്. പലർക്കും ഈ കല്ലറ അന്ത്യമാകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ജീവിതത്തിൻ്റെ തുടക്കമാണ്. അതാണ് ആഴമായ ബൈബിൾ ദർശനം. ദൈവത്തോട് നമ്മൾ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, തിരുവചനങ്ങളാൽ നമ്മൾ പരസ്പരം ആശ്വസിപ്പിക്കുമ്പോൾ, നമുക്ക് ഈശോയുടെ ആ സഹനത്തോട് ചേർത്ത് നിർത്തുമ്പോൾ ഈ വേർപാടിനെയും ഈ മരണങ്ങളെയും നമുക്ക് ഹൃദയത്തിൽ എടുക്കാനായിട്ട് കഴിയും. സ്വർഗത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈ 2 മക്കൾ ഇവിടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ അവർ ഓർമ്മപ്പെടുത്തുകയാണ്. മെമെൻറ്റോ മോറി, റിമെമ്പർ യു മസ്റ്റ് ഡൈ. ഏത് അവസരത്തിലും അത് സംഭവിക്കാം എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ സുവിശേഷത്തിൻ്റെ കാതലാണ്, ഈശോ പ്രസംഗിച്ച വാക്കുകളുടെ കാതലാണ്, നമ്മളുടെ ശുശ്രൂഷകളുടെ കാതലാണ്. ഓരോ പരിശുദ്ധ കുർബാനയും ആ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ആ ഒരു വിളിയായിട്ട് ഈ വേർപാടിനെ നമ്മൾ കാണണം. ഞാൻ പ്രിയപ്പെട്ട തറവാട്ടിലെ അംഗങ്ങളോടെല്ലാം, പ്രിയങ്കരനായ ജോണിയോടും
അതുപോലെ ജോമിറ്റ്, സോമിറ്റ്, അവരോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ അവരെല്ലാം ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ഈ വേദനകൾ പങ്കുവയ്ക്കപ്പെട്ട് കഴിയും. സ്വർഗത്തിൻ്റെ ആ ഒരു ശാലീനത ഇവിടെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിൽ പിന്നെ കരച്ചിലും വിലാപമൊന്നും ആവശ്യമില്ല. ഈശോ പറഞ്ഞല്ലോ, കരയരുത്, നമ്മൾ ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി നമ്മുടെ ഒരു വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ടൂടെ ഈ വേർപാടിനെയും വേദനയും എടുക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം നമുക്ക് കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. ബഹുമാനപ്പെട്ട വിചാരിച്ചൻ ഈ സംഭവം നടന്ന ആ മണിക്കൂർ മുതൽ പലതവണ യുവതാ കേന്ദ്രവുമായിട്ടും ഞാനുമായിട്ടും ബന്ധപ്പെടുകയും എല്ലാ മണിക്കൂറിലും തന്നെ അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത്. വളരെയേറെ അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരുങ്ങി വലിയ കരുതലോടുകൂടി നടത്തിയ ഒരു വലിയ കൂടിവരവാണ്. ഒരു എക്ലേസ്യ, ഒരു സഭ ശക്തമായിട്ട് ഇവിടെ ഒന്നിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട വിചാരിച്ചൻ്റെ കരുതൽ, വിചാരന്മാർ, കമ്മിറ്റിക്കാർ, സിസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആളുകൾ. എനിക്ക് അത്ഭുതം തോന്നി, ഈ 1.5 ദിവസം കൊണ്ട് ഇതെല്ലാം മറ്റൊരു കോലാഹലവുമില്ലാതെ വളരെ ക്രമബദ്ധമായ രീതിയിൽ ഇത് ക്രമീകരിക്കാൻ പറ്റും. ഈ വേർപാട് അത് വേദനയാണെങ്കിലും ഇത്തരത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഈ അൽഫോൻസ്യൻ ദേവാലയത്തിൽ നമ്മളെല്ലാവരെയും ഓർത്തിണക്കുന്ന അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമെല്ലാം നല്ല സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവരുടെ കൂട്ടത്തിൽ ആയിരിക്കണം. ഇടവകയും രൂപതയും ഈ വീടിനോട് എപ്പോഴും കൂട്ടത്തിലുണ്ടായിരിക്കും. സാധ്യമാകുന്ന എല്ലാ പ്രാർത്ഥനകളും സഹായ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. നിങ്ങളും വളരെ ക്ലേശം സഹിച്ചാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയത്. കാലാവസ്ഥ മോശമായിരുന്നു, വഴിയിലെല്ലാം വെള്ളമുണ്ട്. എങ്കിലും ഈ തറവാടിനോടും ഈ ഇടവകയോടും നമ്മളുടെ മക്കളോടുമുള്ള ആ കരുതലാണ് ഇവിടെ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. സ്ഥല പരിമിതി മൂലം ശുശ്രൂഷ പ്രാർത്ഥനകളെല്ലാം ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് പൂർത്തീകരിക്കുന്നത്. തിരുവചനങ്ങൾ